Hello guys, welcome to my channel Techino. HPയുടെ 15g-dr0006tx ലാപ്ടോപ്പ് ആണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 57K ആണ്. പക്ഷെ ഓഫറിൻ്റെ സമയത്ത് ഒരു 53 to 50 ആ റേഞ്ച് വരെ നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഈ ലാപ്ടോപ്പിൽ. പിന്നെ സ്പെസിഫിക്കേഷൻസ് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊസസ്സർ ഇൻ്റലിൻ്റെ ആണ്. യൂസർ മാനുവൽ അതുണ്ട്. ഇതിൻ്റെ AC അഡാപ്റ്റർ 250 വോൾട്ട് AC അഡാപ്റ്റർ, നല്ല ക്വാളിറ്റിയിലുള്ള AC അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അഡാപ്റ്റർ. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു ലാപ്ടോപ്പാണിത്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം. അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസിലൊക്കെയാണ് നമുക്ക് ഈ ലാപ്ടോപ്പ് കിട്ടുന്നത്. ലുക്ക് തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓപ്ഷൻ ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, സിൽവർ. ആ രണ്ട് മെയിൻ കളറാണ് കൂടുതലായിട്ട് ഇതിൽ റൺ ആകുന്നത്. ലാപ്ടോപ്പ് നമുക്ക് കവർ ചെയ്യാൻ എടുക്കാം. ഈ ലാപ്ടോപ്പ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത അതിൻ്റെ വെയിറ്റ് ഒരു 1.5 to 1.7K അത്രയൊക്കെ വെയിറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പോർട്ടിലേക്ക് പോവാം. അപ്പോൾ ഒരു സൈഡ് അതിനുള്ള ഒപ്റ്റിക്കൽ ഡ്രൈവ്, CD ഒക്കെ ഇടാൻ പറ്റുന്ന ഒപ്റ്റിക്കൽ ഡ്രൈവ്, ഒരു 2.0 USB പോർട്ട് ഉണ്ട്. പിന്നെ SD കാർഡ് റീഡറാണ് ഉൾപ്പെടുത്തിയത്. പിന്നെ 2 ഇൻഡിക്കേറ്റർ, LED ഇൻഡിക്കേറ്റർ കാണിക്കും. ഒന്ന് പവർ ബട്ടൻ്റെ ഇൻഡിക്കേറ്ററും മറ്റേത് ചാർജ് കയറുന്നുണ്ടോ ഇല്ല, രണ്ടിനും വൈറ്റ് കളറുള്ള LED ഇൻഡിക്കേറ്ററാണ്. അടുത്ത സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പവർ കുത്താനുള്ള ഒരു സ്ലോട്ട്, പിന്നെ LAN കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട്, പിന്നെ 2 3.0 USB 3.0യുടെ 2 സ്ലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡുണ്ട്. ഈ 3.0 എന്ന് പറയുന്നത് അതിൻ്റെ ഫാസ്റ്റർ സ്പീഡാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഹെഡ്ഫോൺ അല്ലെങ്കിൽ മൈക്രോഫോണിനുള്ളൊരു കോംബോ ജാക്കറ്റാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ എയർ വെന്റിലേഷനാണ്. പിന്നെ വിൻഡോസ് 10 ജെന്യൂൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹോളോഗ്രാം ഉണ്ട്. ഇൻബിൽറ്റ് ആയിട്ടാണ് ബാറ്ററി ഉൾപ്പെടുത്തിയേക്കുന്നത്. വലിയ ബൾക്കി ഡിസൈൻ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് തുറക്കാം. ഇതിൻ്റെ കീബോർഡ് ബാക്ക്ലൈറ്റ് കീബോർഡാണ്. അത്യാവശ്യം രാത്രിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ് ഈ കീബോർഡ്. പിന്നെ പോയിൻ്റർ ഡിവൈസ് ടച്ച് പാഡാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. പിന്നെ പ്രൊസസ്സർ ഇൻ്റലിൻ്റെ i5 8th ജനറേഷൻ പ്രൊസസ്സറാണ്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി 1.6 GHz ആണ് ബേസ് ഫ്രീക്വൻസി. അത്യാവശ്യം ഗെയിമിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഒക്കെ ഈ ലാപ്ടോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2GB ഗ്രാഫിക്സ് കാർഡാണുള്ളത്. HP-യുടെ തന്നെ ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം. അത്യാവശ്യം വീഡിയോ കോളിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻ്റഗ്രേറ്റഡ് മൈക്രോഫോൺ ഉള്ളൊരു വെബ് ക്യാം നമുക്ക് ഈ ലാപ്ടോപ്പിനുണ്ട്. നമുക്ക് പവർ ബട്ടൺ ഓണാക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻ ഉള്ള ലാപ്ടോപ്പ് ആയിരുന്നില്ല. അത്യാവശ്യം നമുക്ക് ഗെയിം കളിക്കാനും വീഡിയോ എഡിറ്റിങ്ങിനും നമ്മുടെ പ്രോഗ്രാമിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. സ്ക്രീൻ വന്നു. പ്രധാനപ്പെട്ട 2 കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റാമിന് നമുക്ക് ഒരു സ്ലോട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ് ടു 32GB നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ SSDക്കും ഒരു സ്ലോട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. വിൻഡോസ് എഡിഷൻ അതിന് പറയുന്ന വിൻഡോസ് 2019 മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സിംഗിൾ ലാംഗ്വേജ് വിൻഡോസ് എഡിഷൻ ആണുള്ളത്. പിന്നെ പ്രൊസസ്സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ i5 8th ജനറേഷൻ പ്രൊസസ്സർ. ഇൻസ്റ്റാൾഡ് മെമ്മറി 8GB ആണ്. കൂടാതെ നമുക്ക് ഒരു സ്ലോട്ടും കൂടെ ഉണ്ട് മെമ്മറി ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സിസ്റ്റം ടൈപ്പ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 64 പ്രൊസസ്സർ 64-bit ആണ്. പിന്നെ അത്യാവശ്യം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഏറ്റവും അവസാനം നമുക്ക് കാണുന്നത് വിൻഡോസ് ആക്ടിവേറ്റഡ് ആണോ അല്ലയോ. നമ്മൾ ഇപ്പം ജെനുവിൻ വിൻഡോസ് ആണെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റും വിൻഡോസ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് തന്നെ. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ID-യും അതേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 inch ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 inch ആണ്. കോമ്പാക്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ക്യാരി ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം നോട്ട് സൈറ്റ് വർക്കേഴ്സിനൊക്കെ ആണെങ്കിൽ ഇത് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേർഷൻ പറയുന്നത് വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 1909 ഇതാണ് വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. അതാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർ.
നമ്മുടെ കീശയിലെ കാശിനാണ് നമ്മൾ മേടിക്കേണ്ടത്. അപ്പം നമ്മൾ മുടക്കുന്ന കാശിന് ഒത്ത സ്പെസിഫിക്കേഷനുള്ള ലാപ്ടോപ്പ് ആണോ എന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. സോ ഗുഡ് ബൈ.